സംസ്ഥാനത്തെ മൊബൈൽ ടവറുകൾ കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പഠന റിപ്പോർട്ട്. കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം നടത്തിയ പഠനത്തിലാണ് സംസ്ഥാനത്തെ നഗരങ്ങളിലെല്ലാം റേഡിയേഷൻ സാന്ദ്രത അപകടകരമാം വിധം ഉയർന്നു നിൽക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം പഠനം നടത്തിയത്. രണ്ട് നഗരങ്ങളിലും മൊബൈൽ ടവർ റേഡിയേഷൻ അപകടകരമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്നുവെന്ന് പഠനത്തിൽ കണ്ടെത്തി. കൊച്ചി നഗരത്തിന്റെ 90% പ്രദേശവും ഇത്തരത്തിൽ അപകടാവസ്ഥയിലാണ്. മൊബൈൽ ടവറുകൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് റേഡിയേഷന്റെ തോത് വർദ്ധിക്കുവാൻ കാരണം. 6 മിനിറ്റ് തുടർച്ചയായി മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ 1 വാട്ട് റേഡിയേഷൻ ആഗിരണം ചെയ്യപ്പെടുമെന്നാണ് കണക്ക്. എന്നാൽ ടവറുകളുടെ റേഡിയേഷൻ തോത് ഉയർന്നു നിൽക്കുന്നത് മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ റേഡിയേഷൻ തലച്ചോറിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിന് കാരണമാകും. മൊബൈൽ ഫോൺ 6 മിനിറ്റ് ഉപയോഗിക്കുമ്പം 2 വാട്ട് ബ്രെയിൻ നേരിട്ട് ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്കാക്കാം എത്രമാത്രം റേഡിയേഷനാണ് ഇത് ബ്രെയിൻ ആഗിരണം ചെയ്യുന്നുള്ളത്. ടവറുകളുടെ സമീപം താമസിക്കുന്നവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ 10 വർഷങ്ങൾക്ക് ശേഷമേ മൊബൈൽ റേഡിയേഷന്റെ ദൂഷ്യഫലങ്ങൾ പുറത്തു വരാറുള്ളൂ. അതായത് താമസിയാതെ തന്നെ സംസ്ഥാനത്ത് മൊബൈൽ റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ പുറത്തു വന്നേക്കും. റിപ്പോർട്ടർ, കൊച്ചി.